ഹലോ ഗൈസ്, ഞങ്ങളുടെ മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് എങ്ങോട്ടെങ്കിലും പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 2 പേർക്കുള്ള ട്രിവാൻഡ്രം ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന ദേവുട്ടിയുടെ മുഖത്തെ ഭാവം മാറുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തോ പ്രശ്നമുണ്ടല്ലേ? യെസ് ഗൈസ്, പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ആലപ്പുഴയിലെ സർക്കാർ ബോട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ 11 മണിക്കാണ് നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്തിനുള്ള ടിക്കറ്റ് എടുത്തത് 2 മണിക്കും, ട്രെയിൻ അങ്ങ് ചെല്ലുന്നത് 6 മണിക്കും. അതിനിടയ്ക്ക് എവിടെയാണ് ഗൈസ് ട്രിവാൻഡ്രം കറങ്ങാൻ ടൈമുള്ളത്? അങ്ങനെ വേഗത്തിൽ റൂട്ട് മാറ്റി നമ്മുടെ സ്വന്തം ആലപ്പുഴയിലേക്ക് ട്രിപ്പ് തിരിക്കുകയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല റോഡുകളിൽ ഒന്നായ ആലപ്പുഴയും ചങ്ങനാശ്ശേരിയും ബന്ധിപ്പിക്കുന്ന AC റോഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. AC റോഡിൻ്റെ അരികത്തുള്ള കൊക്കുപാടമാണ് ദേവുട്ടി ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊക്കുപാടം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റൊന്നും അല്ല. കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റിട്ടിരിക്കുന്ന കണ്ടത്തിൽ കൊക്കുമുണ്ടികൾ വന്ന് തീറ്റ തിന്നുന്നതാണ്. അവിടെ നല്ല ഒരുപാട് കുഞ്ഞു മീനുകളും കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കതിരും നെൽമണികളും ഒക്കെ ഉണ്ടല്ലോ, അവരതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് കാറിലും ബൈക്കിലും ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ നല്ല വൈബാണ്. ഞങ്ങളവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം 220-ലാണ് കേട്ടോ. ചെറുക്കനല്ലാതെ ആരാണ് നമ്മളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുള്ളത്? അടുത്ത സ്പോട്ടിൽ വന്നപ്പോൾ മഴ പെട്ടെന്ന് നിന്നപ്പോഴാണ് ഞങ്ങൾ നേരെ ആലപ്പുഴ വന്ന് കേട്ടോ ബോട്ടിൽ കയറി കേട്ടോ. ബോട്ടിൽ കയറിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇവനെന്താ ടിക്കറ്റ് എടുക്കുന്നതും ബോട്ടിലെ ബോട്ട് ജെട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാത്തത് തന്നെ. ഗൈസ്, ഒന്നാമത് ഭയങ്കര മഴയായ കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അതായത് നമ്മുടെ ബസ്സിലൊക്കെ വരുന്നത് പോലെ കണ്ടക്ടർ വന്ന് ടിക്കറ്റൊക്കെ എടുക്കുകയുണ്ടായി. ഞങ്ങൾക്ക് എങ്ങോട്ടൊന്നും പോകണമെന്ന് അറിയത്തില്ല ഗൈസ്. ബസ് വെച്ച് പരിചയപ്പെട്ട ഒരു പയ്യനാണ് പറഞ്ഞത്, ചേട്ടാ ഇവിടെ നിന്നും നിങ്ങൾ നേരെ കൈനഗിരിക്ക് ഇറങ്ങുക, കൈനഗിരിയിൽ നിന്ന് തിരിച്ച് റിട്ടേൺ കയറിയാൽ മതി, അതിന് മുമ്പോട്ട് ഒത്തിരി പോയാൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൈനഗിരിക്കുള്ള ടിക്കറ്റ് എടുത്തു. 12 രൂപ വെച്ച് 2 പേർക്ക് 24 രൂപയായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. മുമ്പോട്ട് ചെറിയ കായലിലൂടെ യാത്ര തുടർന്ന് പോയി. വേമ്പനാട്ട് കായലിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ വേമ്പനാട്ട് കായലിൽ കൃത്യം വന്നിരിക്കുകയാണ്. അവിടെ നിറച്ച് ഹൗസ് ബോട്ടിൻ്റെ ബഹളമാണ് കേട്ടോ. ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടും കൊച്ചു വള്ളങ്ങളും ഷിക്കാരിയും അതുപോലെ പല തരത്തിലുള്ള വള്ളങ്ങളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. എല്ലാം ടൂറിസ്റ്റുകളാണ് കേട്ടോ. കായലിൻ്റെ നടുക്ക് ചെല്ലുമ്പോൾ ഓളം അടിക്കും. ആ ഓളത്തിൽ ദേവുട്ടി നല്ല രീതിയിൽ ഭയന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ കൈനഗിരിയിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം റിട്ടേൺ ഉള്ള ബോട്ടിൽ കയറി. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇറങ്ങുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾക്ക് പറ്റിയില്ല, ഒന്നാമത്തെ മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വന്നപ്പോൾ അങ്ങോട്ട് പോയതിലും ഒരു ഭംഗി തോന്നി. ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ ലൈഫ് ജാക്കറ്റുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ധൈര്യം ഉണ്ടായി. ഈ കാണുന്നത് ഒരു റിസോർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, കോളാമ്പിച്ചെടിയൊക്കെ നിൽക്കുന്നതാണ്. അവിടെ ഒരു പയ്യനുണ്ട്, ആ പയ്യൻ ബോട്ടിൽ കയറി. ഈ കാണുന്നതെല്ലാം റിസോർട്ടുകളാണ് കേട്ടോ. അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. എല്ലാ റിസോർട്ടിലും ആളുകൾ ഫുള്ളാണ്. ഈ കാണുന്നതൊക്കെ അവിടുത്തെ താമസിക്കുന്ന ആളുകളാണ് കേട്ടോ. അവർ നമ്മളെപ്പോലെ ബസ് കയറി തിരുവല്ല, ചെങ്ങന്നൂർ, ട്രിവാൻഡ്രം, എറണാകുളമൊക്കെ പോകുന്ന പോലെയാണ് അവർ പോകുന്നത്. ഈ കാണുന്നൊരു കുട്ടി ഹൗസ് ബോട്ടാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഒരു റോസ് കളറും പച്ച കളറൊക്കെ അടിച്ച് കൊച്ചു ഹൗസ് ബോട്ടാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ചാർജ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അറിയാമെന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു വീഡിയോസിൽ. അങ്ങനെ ഹൗസ് ബോട്ടും കണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നപ്പോഴത്തേന് നല്ല പൂക്കൾ കൊണ്ട് നിറഞ്ഞൊരു വീടാണോ അതോ റിസോർട്ടാണോ എന്തോന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയില്ല, നല്ല കോളാമ്പിച്ചെടിയും തെറ്റിപ്പൂക്കളും ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല കയാക്കിങ്ങിൻ്റെ ഒരു സ്പോട്ടാണെന്ന് കേട്ടോ. ഇതും ടൂറിസ്റ്റ് മേഖലയെ ബന്ധപ്പെട്ട് എന്തോ ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ മാനം ഇരുണ്ടു, അടിപൊളി മഴ, കൊള്ളിയാനൊന്നും ഇല്ല കേട്ടോ. നല്ല കിടില മഴയാണ്. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നമ്മുടെ സർക്കാർ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പക്ക വൈബാണ് കേട്ടോ. ഒരു അച്ഛൻ പൂച്ചക്കുഞ്ഞുങ്ങളെ വെച്ച് ചൂണ്ടിടുന്നുണ്ടോ, ഇനി പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ചൂണ്ടിടുന്ന അറിയത്തില്ല. അങ്ങനെ തന്നെ തിരിച്ച് നമ്മുടെ ആലപ്പി ബോട്ട് ചെട്ടിൽ ഞങ്ങൾ വന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വലത്തേക്കാൽ വെച്ച് ബോട്ടിൽ കയറി, അതുപോലെ തന്നെ വലത്തേക്കാൽ വെച്ച് തിരിച്ചിറങ്ങി. തിരിച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് ചെട്ടിൽ ബാത്റൂമൊക്കെ ഉണ്ട്, സേഫാണ്. എന്നാലും ശ്രദ്ധിക്കുക, അവിടെ കയറി ഞങ്ങളൊന്ന് യൂറിനൊക്കെ പാസ് ചെയ്തു. നേരെ അടുത്തത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. അവിടുത്തെ ലൈറ്റ് ഹൗസ് കണ്ടില്ലേ? അങ്ങനെ റെയിൽവേ ക്രോസും കാണാൻ ഞങ്ങൾ പെയിൻറ്റ് തോർന്നപ്പോൾ നമ്മുടെ ബീച്ച് കാണാൻ നല്ല വൈബായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ബീച്ചിൽ കാണുവാൻ സാധിച്ചു. കൂടുതലും കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. അവരെല്ലാം കടപ്പുറം വഴി ഓടിക്കളിച്ച് ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ദേവുട്ടി അതുവഴി ചുമ്മാ തേരാപ്പാറ നടന്ന് ഒരുപാട് സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ റീൽസ് വീഡിയോ ഒക്കെ എടുത്തു ഗൈസ്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ബജിക്കട തപ്പി കണ്ടുപിടിക്കാനുള്ളത്. തപ്പി പിടിക്കാനൊന്നും ഇല്ല, അവിടെ ഒരുപാടുണ്ട്. എങ്കിലും നല്ലൊരു ബജിക്കട കണ്ട് ഞങ്ങൾ അവിടെ പോയി കോളിഫ്ലവർ വാങ്ങിച്ച് കഴിച്ചു. കോളിഫ്ലവർ ദേവുട്ടിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് സോസൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അതിനെന്തോ 50-60 രൂപയാണ് കേട്ടോ. പക്ഷേ എനിക്കതൊരു നഷ്ടമായിട്ട് തോന്നി. കാരണം വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ തിങ്ങി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒന്നുമില്ല കേട്ടോ, കുറച്ചതേ ഉള്ളായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. എന്തായാലും നിങ്ങളുടെ ഓപ്ഷനാണ്, വാങ്ങിച്ച് കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം അടുത്തത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം കടയിൽ ചെന്ന് കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് ഈ ഒരു കോൺ കേട്ടോ, പേപ്പർ പൊളിക്കുന്നത്. അതും കഴിച്ച് ബീച്ചിലൂടെ പിന്നെയും നടന്നു. ഒടുവിൽ എവിടെ ഷൂ ഒക്കെ ഊരി വെച്ച് കടലിലേക്ക് ഇറങ്ങുവാണ്. കടലിലെ ഒരു തിര കാലിലടിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, എൻ്റെ ഷൂ എനിക്ക് ആവശ്യമാണ്. കാരണം എനിക്ക് നാളെ രാവിലെ എൻ്റെ ജോലിക്ക് പോകാൻ ഓട്ടം പോകുന്നതുകൊണ്ട് ഷൂ ഇടണം. ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ വെയിലും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. അങ്ങനെ ദേവുട്ടി ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം മുടിയൊക്കെ അഴിച്ചൊന്ന് കെട്ടിയതിന് ശേഷം വീണ്ടും പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഞാൻ വരാൻ വിളിക്കുന്നുണ്ട്, കാരണം സന്ധ്യ ഇരുട്ട് തുടങ്ങി. അവിടെ പോലീസുകാർ നിൽപ്പുണ്ട്, അവർ പിന്നെ അങ്ങോട്ട് ഇറക്കത്തില്ല. അങ്ങനെ വേണ്ട വീണ്ടും ബീച്ചിൽ നിന്ന് കാലൊക്കെ നനച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ആലപ്പുഴയിൽ നിന്നും തിരിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരി വന്നു.